തിരുവനന്തപുരത്ത് ഗോകുലും തയ്യാറുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഒരു പക്ഷേ അർജന്റീനൻ ആരാധകർ പ്രതീക്ഷിച്ച ഒരു കളി ടീമിൽ നിന്നുണ്ടായില്ല. പക്ഷെ മത്സരത്തിന്റെ ഫലം കാണാൻ എക്സ്ട്രാ ടൈമിലേക്ക് പോകേണ്ടി വന്നു. ഗോകുൽ, എന്താണ് സ്പാനിഷ് ആരാധകരുടെ ആവേശം? അർജന്റീനൻ ആരാധകർ തീർത്തും നിരാശരായോ? തീർത്തും നിരാശർ തന്നെയാണ്. എന്തായാലും ചുവന്ന കരങ്ങളോടെ സ്പാനിഷ് പട തൂക്കി എന്നുള്ളതാണ്. ലോകകപ്പിൽ ഒരുപക്ഷെ മുത്തമിടും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ അർജന്റീന ആരാധകർക്ക് ഉണ്ടായിരുന്നു. എന്താണോ ഖത്തറിൽ സംഭവിച്ചത് അതിന് സമാനമായിട്ടുള്ള ഒരു വലിയ വിജയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി പോയി എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ സ്പാനിഷ് ആരാധകരുടെ വലിയൊരു നിര തന്നെ തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? ഗോൾ അടിക്കുന്നു വിചാരിച്ച ശേഷം പുള്ളി ഗോൾ അടിച്ച് സൂപ്പർ ആയിരുന്നു. നമ്മൾ ഫുള്ള് ഡൊമിനേറ്റ് ചെയ്ത് കളിച്ചായിരുന്നു. അവസാന സമയത്താണ് ഗോൾ വരുന്നത്. അത് കുഴപ്പമില്ല. പക്ഷെ സ്പെയിൻ അവിടെ 0 ആയിരിക്കും സമയത്ത് 20-25 വരാണ് നമ്മുടെ ഭാഗത്തുനിന്ന്. ഫുള്ള് ഡോമിനേറ്റിംഗ്, ഫുള്ള് ആ ഐക്കറൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന ഒരു പേഴ്സൺ. അപ്പൊ നമ്മൾ പിള്ളേരും ഭയങ്കര ആവേശമായിരുന്നു. ഓൾഡ് ടീമിനും പുതിയ ടീം അതേപോലെ തന്നെ കപ്പടിച്ചാലും ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഗെയിം. ഇറ്റ് ഈസ് സ്പെയിൻ തൂക്കി. പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഉറപ്പായിട്ടും സ്പെയിൻ ജയിക്കുന്നതിന്റെ പ്രതീക്ഷ ഉണ്ടായി. പിന്നെ നമ്മളാ ഗോൾ അടിച്ചപ്പോ തന്നെ നമ്മൾ ഭയങ്കര പവറായിരുന്നു. വലിയ പ്രതീക്ഷ ആദ്യം മുതൽ തന്നെ സ്പാനിഷ് ആരാധകർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അർജന്റീനൻ ആരാധകരും വലിയ പ്രതീക്ഷ വെച്ചതാണ്. പക്ഷേ ആ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ടീമിനായില്ല. അതിൽ വലിയ ദുഃഖത്തിലുമാണ് എന്നുള്ളതാണ്. എന്തായാലും വലിയ ആഘോഷ പരിപാടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സ്പാനിഷ് ആരാധകരൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ ലോ കോളേജ് ജംഗ്ഷനിൽ അവരുടെ ആഘാത പ്രകടനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ സ്പാനിഷ് ആരാധകർ കൂടിയുണ്ട്. ബ്രോ, എങ്ങനെയുണ്ടായിരുന്നു കളി? നമ്മൾ പ്യൂർ ഡോമിനൻസോടെയാണ് ജയിച്ചത്. നമ്മൾ അർഹിച്ച വിജയം നമുക്ക് കിട്ടി, അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഗോൾ അടിക്കാൻ കുറച്ച് ലേറ്റായെങ്കിലും നമ്മൾ വിജയിക്കാനുള്ള ഗെയിം തന്നെയാണ്. പ്യൂർ ഡോമിനൻസ് ആണ്. നമുക്ക് ഗോൾ പൊസിഷനിൽ നമുക്ക് ഡോമിനൻസ് ആണ്, ഷോർട്ട് ഓൺ ടാർഗറ്റിലാണ് എല്ലാത്തിനും നമ്മൾ ഡോമിനേറ്റ് ചെയ്തത്. പിന്നെ എവിടെ അർജന്റീന കണ്ടോന്ന് വെച്ചാൽ ലാസ്റ്റ് കുറച്ച് മിനിറ്റ് മാത്രം അവർ അറ്റാക്ക് ചെയ്തു. ബാക്കി എല്ലാം പ്യൂർ ഡോമിനൻസ് നമുക്ക് തന്നെയാണ്. മെസ്സിയെ പോലും കളത്തി കാണാനില്ലായിരുന്നു വേണേ പറയാം. ബോൾ കിട്ടിയാലേ കാണാൻ പറ്റും. ബോൾ നമ്മളെ കയ്യിലായിരുന്നു, നമ്മൾ കൊടുത്തില്ല എന്നാണ് പറയാം. സ്പാനിഷ് ആരാധനായിട്ട് 2010 വേൾഡ് കപ്പ് അടിച്ചപ്പോൾ ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്നു. അന്ന് തുടങ്ങി ഇഷ്ടമാണ്. നിരാശയുണ്ടോ ബ്രോ? നിരാശയുണ്ടോ? അടുത്ത തവണ എടുക്കും പറയാല്ല. ജയിച്ചില്ല പോട്ട് കിട്ടും. കൊല്ലം കാത്തിരിക്കണം. എന്തായാലും ആ കാത്തിരിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ. ബിനീഷ് കൊടിയേരി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഫുട്ബോളിനും ഇനിയും തുടരും. പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഫൈനലല്ലേ കളിക്കുന്നത്, എന്തായാലും വിജയ പ്രതീക്ഷ ഉണ്ടാവില്ല. പക്ഷെ ഒരു കാലം എന്തായാലും നല്ല ഫുട്ബോൾ ആണ് കാഴ്ചവെച്ചത്. സ്പെയിൻ നന്നായിട്ട് കളിച്ചു. അർജന്റീന ഡിഫൻസിലേക്ക് കൂടുതൽ പോയതാണോ ഇതിനുള്ള പരാജയ കാരണം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും ഏതൊക്കെ രീതിയിൽ തോറ്റാലും കിരീടത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു ടീമല്ല അർജന്റീന. വീണ്ടും പറയുന്നത് ബോൾ മൊത്തത്തിൽ പൂർണ്ണമായിട്ടും സ്പെയിന്റെ കയ്യിലായിരുന്നു. അതങ്ങനെയാണല്ലോ, അവരുടേതായ കളി കളിച്ചു. ഞങ്ങൾ ഡിഫൻസീവിൽ പോകാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ അറ്റാക്ക് ചെയ്തതിന് നമ്മുടെ സ്റ്റൈലിൽ കളിക്കണമായിരുന്നു. അത് അവർ കൃത്യമായിട്ട് യൂസ് ചെയ്തു. അത് സംഭവിച്ചാണ്. പക്ഷെ ഞങ്ങൾ ഇതുകൊണ്ടൊന്നും ഈ പറയുന്ന പോലെ മെസ്സിയുടെ കളി മോശം അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ എല്ലാവരും മോശമൊന്നുമില്ല. ഞങ്ങൾ കളിച്ചത് ഫൈനലാണ്. ഞങ്ങൾ ഫൈനലിൽ കളിച്ചിട്ടുണ്ട്. അവസാന ലോകകപ്പായിരുന്നു. മെസ്സിയുടെ അവസാന ലോകകപ്പായിരുന്നു. പ്രഖ്യാപിച്ചാൽ അത് അവസാന വേൾഡ് കപ്പ്. എന്തായാലും മെസ്സിയെ പോലൊരു പ്രതിഭ, ഈ നൂറ്റാണ്ടിലെ പ്രതിഭ, അത് അർജന്റീനക്ക് സ്വന്തമാണ്. എന്തായാലും വലിയ ആഘാത പ്രകടനങ്ങളാണ് ഇപ്പോൾ സ്പാനിഷ് ആരാധകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്പാനിഷ് ആരാധകർ ആദ്യ സമയത്ത് ഇവിടെ മത്സരം തുടങ്ങുന്ന ഘട്ടത്തിൽ വലിയ ആരാധക പ്രവാഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരാധകരുടെ വലിയ ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും സന്തോഷിച്ച ദിവസം ഇനി ലൈഫിൽ കിട്ടാനും പോലില്ല. അത്രയും അടിപൊളിയായിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയതാണോ? പ്രതീക്ഷിക്കാതല്ല, സ്പെയിൻ അടിക്കും. ഓപ്പുണ്ടായിരുന്നു, സ്പെയിൻ അടിക്കും ബ്രോ. എന്തായാലും സ്പാനിഷ് ആരാധകർ വലിയ ആഘോഷത്തിലാണ്. ആഘോഷം എന്ന് പറയുന്നത് അലതല്ലുന്ന ആഘോഷമാണ്. ചുവന്ന കരങ്ങളോടെ തൂക്കി എന്ന് തന്നെ പറയേണ്ടതായി വരും. അത്രത്തോളം വലിയ ആഘോഷം. സ്പെയിനിന്റെ പടയോട്ടം ഒരിക്കൽ കൂടി 16 വർഷത്തിന് ശേഷം ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിൽ ഒരിക്കൽ കൂടി സ്പാനിഷ് കാളക്കൂറ്റന്മാർ കടന്നു വരുന്നു. ഒരുപക്ഷെ ഒരൊറ്റ ഗോളിന്റെ വ്യത്യാസത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും യൂറോപ്പ് ലോക ഫുട്ബോളിന്റെ സിംഹാസനം ഏറ്റുവാങ്ങുന്ന കാഴ്ച കൂടിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അരുൺ സോളമൻ കൂടി ചേരുകയാണ്. എവിടെയും, കേരളത്തിലെവിടെയും ലോകത്തെവിടെയും ആഘോഷമാണ്. നേരത്തെ ബിനീഷ് കോടിയേരി സൂചിപ്പിച്ചത് തന്നെയാണ്. ഒരൊറ്റ മത്സരം കൊണ്ട്, ഒരു ഗോൾ കൊണ്ട്, ഒരു തോൽവി കൊണ്ട് ഒന്നും മാറുന്നില്ല. അത് ഇടനെഞ്ചിലുള്ളതാണ് അർജന്റീന എന്ന വികാരം. മറുവശത്ത് സ്പാനിഷ് ആരാധകർക്കും അതുപോലെ തന്നെയാണ്.
അവർക്ക് അവരുടെ വിജയ നിമിഷങ്ങളാണ്. എങ്ങനെയാണ് അരുൺ സോളമൻ തിരുവനന്തപുരത്തെ ആവേശ കാഴ്ചകൾ? ഞാനുള്ളത് ദേശീയപാതയിലാണ്, കാഞ്ചനകുളം ബൈപ്പാസിലാണ്. ഇവിടെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി സ്പെയിനിന്റെ ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു. കാരണം ഒരു ഇഞ്ച് പോലും മെസ്സിക്കോ അർജന്റീനയ്ക്കോ ഒന്ന് പന്ത് കൊടുക്കാൻ പോലും സ്പെയിൻ കൂട്ടാക്കിയില്ല. ആ തരത്തിൽ പൂട്ടി എന്നുള്ളത് തന്നെയാണ് സ്പെയിനിന്റെ ആരാധകർ പങ്കുവെക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി കളിയായിരുന്നു. സ്പെയിൻ അറിയിക്കുന്ന വിജയം തന്നെ അവർക്ക് കിട്ടി. അർജന്റീനയെ നിഷ്പ്രഭമാക്കി കളഞ്ഞു. അത്ര കിട്ടില്ല കളി, ഒന്നും പറയാനില്ല. സ്പെയിന്റെ ഗോൾ മികച്ചൊരു ഗോളായിരുന്നു. അർജന്റീന വളരെയധികം ശ്രമിച്ചു, പക്ഷെ ഒന്നും തന്നെ നടന്നില്ല. സ്പെയിന്റെ അടിപൊളി കളി, ഒന്നും പറയാനില്ല. അർജന്റീനയ്ക്ക് അർഹിക്കുന്ന തോൽവി തന്നെയാണ് ലഭിച്ചത്.